ബഡ്ജറ്റിലെ പ്രഖ്യാപനത്തിനെതിരെ സ്വകാര്യ ബസ് ഉടമകൾ 50% നികുതി കുറയ്ക്കുമെന്ന പ്രഖ്യാപനം കൊണ്ട് നഷ്ടം നിവരില്ല. സമരത്തിനില്ലെങ്കിലും ബസ്സുകൾ നിലയ്ക്കുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ. KSRTCയിലെ പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര കാരണം സ്വകാര്യ ബസ്സുകൾക്ക് പ്രതിദിനം 1000 മുതൽ 6000 രൂപയുടെ നഷ്ടമുണ്ട്. ജൂൺ 30 നിരവധി ഉടമകൾ ബസ് സർവീസ് നിർത്താനുള്ള തീരുമാനത്തിലാണെന്ന് സംസ്ഥാന സെക്രട്ടറി ടി ഗോപിനാഥും ഭാരവാഹികളും പറഞ്ഞു. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ച 2 തട്ടിലാക്കുന്ന നടപടി മാറ്റിവെച്ച് സ്ത്രീകൾക്ക് കൊടുക്കട്ടെ, സൗജന്യം കൊടുക്കട്ടെ, ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. ഈ സ്ത്രീകളെ ഞങ്ങളും കയറ്റാം. അവരും ഞങ്ങളുടെ ബസ്സുകൾ, ഞാൻ നേരത്തെ പറഞ്ഞു, അവരും ഞങ്ങളുടെ ബസ്സിൽ കയറുമ്പോൾ അവർക്ക് 0 ടിക്കറ്റ് അടിക്കുന്ന സംവിധാനം, അത് ഞങ്ങൾക്ക് റീഫണ്ട് ചെയ്യാനുള്ള സംവിധാനം വേണം. പിന്നെ ഞങ്ങൾ അടിക്കുന്ന ഡീസൽ, ഞങ്ങൾ രാവിലെ ബസ് ഓടാൻ തുടങ്ങിയാൽ ഞങ്ങൾ അടിക്കുന്ന ഡീസലിന് ഞങ്ങൾ സെയിൽ ടാക്സ് 22.76%, 104 രൂപ ഡീസൽ അടിക്കുന്ന 22.76% ഞങ്ങൾ സെയിൽ ടാക്സ് കൊടുക്കുക. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് കിട്ടുന്ന, കേന്ദ്ര ഗവൺമെന്റ് കിട്ടുന്നതല്ല. അപ്പൊ അതിൽ സർക്കാരിന് ഞങ്ങൾക്ക് ഒരു ഇളവ് തരാം. ഡീസലിന്റെ സെയിൽ ടാക്സിൽ ഞങ്ങൾക്ക് ഇളവ് തരാം. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഡീസൽ വിലയിൽ ഞങ്ങൾക്ക് കുറവ് തരാം. ഇവിടെ ബോട്ടിന്റെ മണ്ണെണ്ണ സബ്സിഡി 50% മുതൽ 70% വർദ്ധിപ്പിച്ചു. ഈ 70% വർദ്ധിച്ചായിട്ട് ഈ ബഡ്ജറ്റിൽ തന്നെ പറഞ്ഞു. അപ്പൊ അത്തരം സബ്സിഡികൾ ഡീസൽ അടിക്കും. ഞങ്ങൾ സർക്കാർ നൽകുന്ന പെർമിറ്റിലാണ് ഓടുന്നത്. ഞങ്ങൾ ദിവസം എത്ര കിലോമീറ്റർ ഓടുന്നു എന്നുള്ള വിവരം സർക്കാരിനറിയാം. അപ്പൊ ഞങ്ങൾ ഓടുന്ന കിലോമീറ്റർ കണക്കാക്കി അതിനൊരു മോണിറ്ററിംഗ് സംവിധാനമൊക്കെ സർക്കാരിന്റെ മോട്ടോർ വകുപ്പൊക്കെ ബന്ധപ്പെട്ട് വെക്കാവുന്നതാണ്. അത് കണക്കാക്കി ഞങ്ങൾക്കൊരു ഡീസലിന്റെ ഒരു സബ്സിഡി തരാനാണ് സർക്കാർ തയ്യാറാവേണ്ടത്. പിന്നെ ഞങ്ങളുടെ ബസ്സുകളിൽ കയറുന്ന വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് കാലോചിതമായ പരിഷ്കരണം. ഈ 1 രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ എല്ലാ ശാസ്ത്രീയ കോളേജുകൾക്കും ഇവിടെ വർഷാവർഷങ്ങളിൽ ഫീസ് കൂട്ടാനുള്ള അധികാരം സർക്കാർ കൊടുക്കുക. ശാസ്ത്രീയ കോളേജുകളിൽ കുട്ടികൾ എത്രയധികം കുട്ടികൾ പഠിക്കുന്നുള്ളൂ. അപ്പൊ അവർക്കൊന്നും അവര് ഫീസ് വർദ്ധിപ്പിക്കാനോ, അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാവരും കച്ചവട അടിസ്ഥാനത്തിൽ ബസ്സുകൾ നടത്തുന്നുണ്ട്. നിങ്ങൾ ആ ബസ്സുകളുടെ ഫീസ് ഒന്ന് പരിശോധിക്കണം. ആ ബസ് ഫീസ് നിങ്ങളൊന്ന് അന്വേഷിക്കുക. ആ ബസ് ഫീസുകളൊക്കെ കൃത്യമായിട്ട് എല്ലാ വർഷവും ഡീസലിന് 2 രൂപ കൂട്ടിയാൽ അതിന്റെ എസ്കലേഷൻ അനുസരിച്ച് അവര് അത് വർദ്ധിപ്പിക്കാറ് കാലാകാലങ്ങളിൽ പതിവുള്ള. ഞങ്ങളുടെ സ്വകാര്യ ബസ്സുകളിൽ കയറുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രം ഈ ചാർജ് വർദ്ധിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞവരോട് നമുക്ക് യോജിക്കാൻ കഴിയാത്ത. KSRTC സർവീസ് നടത്തുന്ന റൂട്ടിൽ സ്വകാര്യ ബസ് സർവീസ് നിശ്ചലമാകും. 106.50 മുതൽ 142.50 രൂപ വരെ മാത്രമാണ് നികുതി കുറച്ചതുകൊണ്ട് നിത്യേന ചെലവിൽ നിന്ന് കുറയുന്നത്. സർക്കാരിനു വലിയ പ്രഖ്യാപനമാണെങ്കിലും ബസ്സുടമകൾക്ക് വലിയ നേട്ടമല്ല പ്രഖ്യാപനമെന്ന് ബസ്സുടമകൾ പ്രതികരിച്ചു. പ്രതീക്ഷിച്ച പാക്കേജ് ലഭിച്ചില്ല. സ്വകാര്യ ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യം നൽകാം. KSRTCക്ക് നൽകുന്ന പോലെ സർക്കാർ തുക നൽകിയാൽ മതി. പലതവണ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ആശങ്കകൾ അറിയിച്ചതാണ്, പക്ഷേ പരിഗണിച്ചില്ല. ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല. വിദ്യാർത്ഥി കൺസെഷൻ പിൻവലിക്കുന്നില്ല. ഡീസൽ സബ്സിഡി പ്രഖ്യാപിക്കുന്നില്ല. സർക്കാർ സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കാൻ തയ്യാറല്ല. ഉടൻ സർക്കാർ സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കാൻ തയ്യാറാകണം. സാമൂഹ്യ ബാധ്യതകൾ സ്വകാര്യ ബസ് മേഖല നിർവഹിക്കുന്നുണ്ടെങ്കിലും സർക്കാർ അവഗണിക്കുകയാണെന്ന് അവർ ആരോപിച്ചു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ KSRTCയുടെ എത്ര ബസ്സുകൾക്ക് KSRTC ഓടാൻ, എത്ര ബസ് ജനങ്ങൾക്ക് KSRTC കൊണ്ട് സൗജന്യം കൊടുക്കാൻ കഴിയും? 300-3000 ബസ്സാണ് ആകെ ഓടുന്നത്. അത്രയൊന്നും ഓടുന്നത് ഞങ്ങൾ വിശ്വസിച്ചില്ല. അവരുടെ 3000 ഉണ്ട്. ഞങ്ങൾ അവിടേക്ക് വരുന്നു. ഈ 3000 ബസ്സും ഞങ്ങളുടെ 12000 ബസ്സും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ 25% താഴെയാണ് KSRTCക്ക്. അപ്പൊ ഞങ്ങളില്ലാതെ ഈ സംസ്ഥാനത്ത് ജനങ്ങളുടെ യാത്രാക്ലേശം, സൗജന്യമായിട്ടുള്ള ചെലവ് കുറഞ്ഞ യാത്രാ സംവിധാനം നിലനിൽക്കാൻ കഴിയില്ല. ഞങ്ങളെ സംരക്ഷിക്കാൻ സർക്കാരിന്റെ ബാധ്യതയായിട്ട് സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളെ സംരക്ഷിക്കണം. UTV ന്യൂസ്, പാലക്കാട്.